നിലമ്പൂരിൽ പരിഹാരമാകാതെ PV അൻവർ UDF തർക്കം. സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം PV അൻവർ തിരുത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ഇക്കാര്യത്തിൽ തീരുമാനമായാൽ ചർച്ച തുടരാമെന്നും നേതാക്കൾ പറയുന്നു. അതേസമയം ഇനി ചർച്ചയ്ക്കില്ലെന്നും നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കുമെന്നും തൃണമൂൽ നേതാവ് EA സുഗു മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയ പരാമർശം PV അൻവർ തിരുത്താതെ ചർച്ചയില്ല എന്ന നിലപാടിൽ കോൺഗ്രസ്, ലീഗ് ഉൾപ്പെടെ UDF നേതാക്കൾ ഒന്നടങ്കം എത്തിയതാണ് ഏറ്റവും പുതിയ സാഹചര്യം. ചർച്ചയുടെ വഴി അറിഞ്ഞിട്ടില്ലെന്നും ഇതോടൊപ്പം നേതാക്കൾ പറഞ്ഞു വെക്കുന്നു. അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നല്ല നിലയിലാണ് സൂചിപ്പിച്ചത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അവരുടെ പരസ്യ പ്രഖ്യാപനം അത് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കി എന്നുള്ള കാര്യമല്ലേ കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തെ കൂടി ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. അത് നല്ല കാര്യമാണ്. AC വേണുഗോപാൽ കേരളത്തിലെ നേതാവാണ്. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. കോൺഗ്രസ് പാർട്ടിക്കായ സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റം അനുസരിച്ച് എല്ലാവരുമായിട്ടും കൂടിയാലോചിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് തോന്നുന്നത്. നോക്കാം. KC വേണുഗോപാൽ കൂടി കൈവിട്ടതോടെ അപമാനിതരായ നിലപാടിലാണ് PV അൻവറും തൃണമൂൽ കോൺഗ്രസും. ഇനി UDF പിന്നാലെ പോകാനില്ലെന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. കോൺഗ്രസിൽ ഒരു വിഭാഗം അത് വാതിലടച്ച മാതിരി നിലപാട് സ്വീകരിക്കുമ്പോൾ ഞങ്ങളത് ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് വാതിൽ മുട്ടേണ്ട ഗതികേടിലേക്ക് പോകണ്ട എന്നുള്ളത് തന്നെയാണ് അഭിപ്രായമുള്ളത്. വൈകിട്ട് ചേരുന്ന തൃണമൂൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് സൂചന. പലതവണ ചർച്ച നടത്തിയിട്ടും സ്ഥിരതയുള്ള നിലപാട് അൻവർ എടുക്കാത്തതാണ് ലീഗ് അടക്കമുള്ള നേതാക്കളെ മാറ്റി ചിന്തിപ്പിക്കുന്നത്. അൻവർ വ്യക്തത വരുത്തിയ ശേഷം ഇനി ചർച്ച എന്ന നിലപാടിലേക്ക് UDF നേതൃത്വം പൊതുവെ എത്തിയിട്ടുണ്ട്. PV അൻവർ മത്സരിക്കുമെന്ന തൃണമൂലിന്റെ പ്രഖ്യാപനം ഒരു സമ്മർദ്ദതന്ത്രമായാണ് UDF കാണുന്നത്. പിണറായിക്കെതിരായ പോരാട്ടം എന്ന പോയിന്റിൽ PV അൻവർ സഹകരിക്കാനുള്ള സാധ്യത ഇപ്പോഴും UDF നേതൃത്വം തള്ളിക്കളയുന്നില്ല. ടീം മീഡിയ 1 നിലമ്പൂർ. വിവരങ്ങൾ നൽകാനായി KR സാജുവും ഒപ്പം നിലമ്പൂരിൽ നിന്ന് മുഹമ്മദ് അസ്ലവും ചേരുന്നുണ്ട്. സാജുവിലേക്ക് ആദ്യം. സാജു, നിലമ്പൂരിൽ മുന്നണി സഹകരണവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയൊക്കെ KCയുമായി ചർച്ച നടത്താൻ സാധിക്കാത്തത് അൻവറിന് വലിയ ഒരു അഭിമാനക്ഷതം തന്നെ ഉണ്ടാക്കിയിരുന്നു. അതിന് തുടർച്ചയായി തന്നെയാണ് ഇന്ന് മത്സരിക്കുമെന്നതടക്കമുള്ള തീരുമാനങ്ങളൊക്കെ TMC നേതാവടക്കം പുറത്തുവിടുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലും അൻവറുമായി ചർച്ച തുടരുമെന്ന് സണ്ണി ജോസഫ് നേരത്തെ മീഡിയ വണ്ണോട് തന്നെ പ്രതികരിച്ചതാണ്. അപ്പോൾ ചർച്ചകൾ അടഞ്ഞിട്ടില്ല, ചർച്ചകൾ തുടരാനുള്ള സാധ്യതയുണ്ട്. അൻവർ UDFിലേക്ക് എത്താൻ, UDFുമായി സഹകരിക്കാനുള്ള ഒരു നീക്കം അത് ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ കോൺഗ്രസ് നേതൃത്വം ഒരു ഉപാധി വെച്ചിട്ടുണ്ട്. ആ ഉപാധി PV അൻവർ അംഗീകരിക്കുന്ന നിമിഷം ആ ചർച്ചകളുടെ വാതിലുകൾ തുറക്കപ്പെടും. അത് കോൺഗ്രസ് പ്രഖ്യാപിച്ച ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിക്കെതിരെ PV അൻവർ നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ നിരുപാധികം പിൻവലിച്ചുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണയുമായി PV അൻവർ രംഗത്ത് വരണം. അങ്ങനെ പരസ്യമായി വന്നു കഴിഞ്ഞാൽ UDFിന്റെ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എന്ന നിലയ്ക്ക് PV അൻവറിനെ ഉൾക്കൊള്ളുന്ന കാര്യത്തിലുള്ള തീരുമാനവും പ്രഖ്യാപിക്കാൻ UDF നേതൃത്വം തയ്യാറാണ്. പക്ഷേ കാര്യങ്ങൾ ഇത്രയൊക്കെ ധരിപ്പിച്ചതിനു ശേഷം കോൺഗ്രസിന്റെ നിലപാടിനെ PV അൻവർ ഇതുവരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. പക്ഷേ ഇന്നലെ KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച നടക്കാതെ പോയതിനു ശേഷം അൻവറിന്റേതായി ഒരു പരസ്യ പ്രതികരണവും വന്നിട്ടില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹത്തോടൊപ്പമുള്ളവർ അദ്ദേഹം മത്സരിക്കും എന്ന് പറയുന്നതിനെ ഒരു സമ്മർദ്ദതന്ത്രം എന്ന നിലയിൽ മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. പിണറായിസത്തിനെതിരായ പോരാട്ടത്തിനാണ് PV അൻവർ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിലമ്പൂരിൽ UDFിന് അനുകൂലമായ നിലപാടെടുത്തു മുന്നോട്ട് പോകേണ്ടി വരും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് ഇപ്പോഴും UDF നേതൃത്വമുള്ളത്. പക്ഷേ UDFിന്റെ സംഘടനാ സംവിധാനത്തിന് മുന്നോട്ട് പോകണം എങ്കിൽ, അൻവറിനെ സഹകരിപ്പിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അൻവർ വരുത്തിയിരിക്കുന്ന വീഴ്ചകൾ തിരുത്തി അൻവർ മുന്നോട്ട് വരണം എന്ന നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ ഉള്ളത്. അത് നേരത്തെ അൻവറിന് വേണ്ടി സംസാരിച്ചിരുന്ന രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളും VD സതീശന്റെയും സണ്ണി ജോസഫിന്റെയും ആ നിലപാടിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അത് കോൺഗ്രസിന്റെ ഒരു ഔദ്യോഗിക നിലപാടാണ്. ഇത് UDFിന്റെ മറ്റ് ഘടകകക്ഷികളും സമാനമായ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. കോൺഗ്രസുമായി സഹകരിക്കാൻ വരുന്ന ഒരാൾ, UDFുമായി സഹകരിക്കാൻ വരുന്ന ആൾ UDFിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ എങ്ങനെ പരാമർശങ്ങൾ നടത്തും, വിമർശനങ്ങൾ ഉന്നയിക്കും പരസ്യമായി എന്ന ചോദ്യമാണ് ഘടകകക്ഷികൾക്കിടയിലുമുള്ളത്. അതിനാൽ അൻവറിന്റെ പക്കലാണ് ഇപ്പോൾ പന്തുള്ളത്. അൻവറാണ് ആ പന്തിൽ എന്ത് തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത്. അൻവർ തന്റെ തെറ്റുകൾ തിരുത്താൻ തയ്യാറായാൽ സഹകരിപ്പിച്ചു കൊണ്ടുപോകാം എന്നിടത്താണ് UDF നിൽക്കുന്നത്. അപ്പോഴും അൻവർ കടുത്ത തീരുമാനമെടുത്ത് ഒരു മത്സരത്തിനിറങ്ങുമെന്ന് ഇപ്പോഴും UDF നേതൃത്വം വിശ്വസിക്കുന്നില്ല. ജിൽസി.
ശരി സാജു, അസ്ലമിലേക്കാണ്. അസ്ലം, സാജു പറഞ്ഞതുപോലെ തന്നെ അൻവറിന്റെ കോട്ടിലാണ് ഇപ്പോൾ പന്തുള്ളത്. ഇനി അത് എങ്ങോട്ട് അടിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അൻവറാണ്. UDF-നെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം തികച്ചും ന്യായമാണെന്ന് പറയാം. കാരണം ഒരു മുന്നണി സ്ഥാനാർത്ഥിയെ തള്ളി പറഞ്ഞുകൊണ്ട് എങ്ങനെ അവർക്കൊപ്പം നിൽക്കുമെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ അൻവർ ഇനി എന്ത് തീരുമാനമെടുക്കും? നേരത്തെ പറഞ്ഞ പ്രസ്താവനകൾ പരസ്യമായി തിരുത്തുന്നത് അപമാനകരമാണെന്ന് അൻവറിന് തോന്നുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. എന്തായാലും അൻവർ പ്രതികരിക്കണം ഈ പ്രശ്നത്തിനൊരു തീരുമാനമാവണമെങ്കിൽ. PV അൻവറിന് മുന്നിൽ രണ്ട് വഴികളാണുള്ളത്. ഒന്ന്, ആര്യാട് ഷൗക്കത്തിനെതിരെ താൻ പറഞ്ഞ പ്രസ്താവനകൾ പിൻവലിക്കുന്നതോടുകൂടി തന്നെ UDF സഹകരണത്തിന്റേതായ പ്രഖ്യാപനം നടത്തും. അങ്ങനെ UDF-മായി സഹകരിച്ച് മുന്നോട്ട് പോകുക. കാരണം പിണറായി വിജയനെതിരെ CPM-എതിരെ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന്റെ ഭാഗമായി രാജിവെച്ച MLA സ്ഥാനത്ത് വീണ്ടും CPM തന്നെ അവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇതുവരെ അൻവർ നടത്തിയ പോരാട്ടങ്ങളെല്ലാം തന്നെ നിഷ്ഫലമായി പോകും. അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം എടുക്കണമെന്ന അഭിപ്രായം ഒരു വശത്ത് PV അൻവറിനുണ്ട്. അതോടൊപ്പം തന്നെ PV അൻവർ ഒപ്പം നിൽക്കുന്നവരിൽ ഒരു വിഭാഗം അക്കാര്യം പറയുന്നുണ്ട്. UDF നേതാക്കളെല്ലാം PV അൻവറിനെ ബോധ്യപ്പെടുന്ന കാര്യം അതാണ്. എന്തിനാണോ താങ്കൾ രാജിവെച്ചത്, ആ ഒരു കാരണമാണ് ഒരുപക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിലൂടെ സംഭവിക്കുക. അതുകൊണ്ട് നിൽക്കരുത് നിലപാട് പറയുന്നുണ്ട്. അതേവശം തന്നെ ഇത്രയും തന്നെ പരസ്യമായി തന്നെ ഒരു ചർച്ചയ്ക്ക് പോലും KC വേണുഗോപാൽ വിളിച്ചതിന് ശേഷം ചർച്ച നടത്തിയില്ല എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഒരു അപമാനകരമായ സാഹചര്യത്തിലേക്ക് പോയ സാഹചര്യത്തിൽ ഇനി ഒന്നും വേണ്ടതില്ല. ഒറ്റയ്ക്ക് മത്സരിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി തെളിയിക്കുക. അതോടൊപ്പം തന്നെ UDF-ന് കൃത്യമായ തിരിച്ചടി നൽകുക. അതായത് ഇവിടെ തോൽക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിൽ പൊട്ടിത്തെറിക്ക് കാരണമാകും, UDF-ൽ പൊട്ടിത്തെറിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ അത് അവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇങ്ങോട്ട് വരും, കുറച്ചുകൂടി അയയും UDF എന്നൊരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ PV അൻവർ തന്നെ മത്സരിക്കുമെന്ന് തൃണമൂൽ പ്രഖ്യാപിക്കുന്നത്. ആ സമ്മർദ്ദത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് തീരുമാനങ്ങൾ എടുക്കാം. അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോഴും PV അൻവറും കൂട്ടരും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സംസ്ഥാന സെക്രട്ടറി ഒരു വശത്ത് നടക്കുമെങ്കിൽ പോലും PV അൻവറിന്റെ മനസ്സിലെ ഏറ്റവും അവസാന തീരുമാനമാണ് അത്. UDF ക്യാമ്പ് ഇപ്പോഴും വിശ്വസിക്കുന്നത് പിണറായിക്കെതിരായ പോരാട്ട തരത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കിടയിലും പിണറായിക്കെതിരായ പോരാട്ട തരത്തിൽ UDF-ന് പിന്തുണ നൽകാം PV അൻവർ വരുമെന്നാണ് കരുതുന്നത്. അങ്ങനെയല്ല, PV അൻവർ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിക്കും. അതിനുവേണ്ടി തൃണമൂലിന്റെ ദേശീയ നേതൃത്വത്തിന്റെ അനുമതി കാത്തിരിക്കുകയാണ് എന്നാണ് PV അൻവറിനൊപ്പമുള്ളവർ പറയുന്നത്. എന്തായാലും ഇനി വരുന്ന മണിക്കൂറുകൾ നിർണായകമാണ്. PV അൻവർ സ്വന്തമായി മത്സരിക്കുമോ അതോ UDF-നൊപ്പം സഹകരിക്കുമോ എന്ന കാര്യത്തിൽ ഇന്ന് അല്ലെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് ഉത്തരം ലഭിക്കും.